ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ ബ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജർമ്മനിയിൽ ആദ്യമായിട്ട് വന്നത് പ്രാക്ടിക്കാൻഡിനായിട്ടാണ്. അപ്പോൾ പ്രാക്ടിക്കാൻഡിനായിരുന്ന സമയത്ത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്ന മജോറിറ്റി നേഴ്സുമാരും പ്രാക്ടിക്കാൻഡിനായിട്ടായിരിക്കും ജർമ്മനിയിൽ വന്ന് ആദ്യം വർക്ക് ചെയ്യുന്നത്. പ്രാക്ടിക്കാൻഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ രജിസ്ട്രേഷൻ ഉണ്ടാവും, നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് ജർമ്മനിയിൽ രജിസ്ട്രേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രാക്ടിക്കാൻഡിനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ഹോസ്പിറ്റലും ഓരോ ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര നാള് ഈ പ്രാക്ടിക്കും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പ്രാക്ടിക്കാൻഡിനായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്തെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഡ്യൂട്ടീസും എൻ്റെ റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയായിരുന്നു എന്നാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അനർക്കനും ബെഷൈഡിൻ്റെ അകത്ത് നമ്മൾ എത്ര നാളാണ് ജർമ്മനിയിൽ വന്നിട്ട് പ്രാക്ടിക്കാൻഡിനായിട്ട് ജോലി ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എത്ര മാസം നമ്മൾ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ ആ ബെഷൈഡിൻ്റെ അകത്തുള്ള പോലെ ആയിരിക്കത്തില്ല നമുക്ക് പ്രാക്ടിക്കും ചെയ്യേണ്ടത്. ചിലപ്പോൾ 6 മാസമായിരിക്കും നമ്മുടെ ബെഷൈഡിൽ ഉണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് ചിലപ്പം 10 മാസം ചെയ്യേണ്ടവരുണ്ടാവാം, 1 വർഷം വരെ ചെയ്യേണ്ടവരുണ്ടാവാം, അതിലും കൂടുതൽ ചെയ്യേണ്ട വരുന്നവരും ഉണ്ടാവാം. അത് നമ്മുടെ ലാംഗ്വേജിനെ അതുപോലെ തന്നെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞേക്കുന്നത് അൻപാസും ലെറർഗാങ് ചെയ്യണം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കാൻഡി ആയിട്ട് വർക്ക് ചെയ്യണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിൽ ഒരു ചെറിയ എക്സാം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ എക്സാം ആയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്ന ആദ്യത്തെ സമയങ്ങളിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് PA എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാർഡിൽ തന്നെ ഒരു പ്രാക്ടീസ് അനലൈറ്റർ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അസസ് ചെയ്യാനും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിന് എന്തൊക്കെ കറക്ഷൻസ് തരണ്ടേന്നൊക്കെ ഈ പ്രാക്ടീസ് അനലൈറ്റർ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് വന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് യൂബർഗാവെ കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ജർമ്മൻ ഒന്നും സെറ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു യൂബർഗാവെ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന സെന്റൻസ് ഒക്കെ കറക്റ്റ് ആണോ, പിന്നെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും യൂബർഗാബയ്ക്ക് മുന്നേ തന്നെ നമ്മളൊരു പേപ്പറിൻ്റെ അകത്ത് എല്ലാം എഴുതി വെക്കും, നോട്ട് ചെയ്ത് വെക്കും, എന്തൊക്കെ പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എഴുതി വെക്കും. അങ്ങനെയായിരുന്നു ഫുള്ള് കുറച്ച് നാള് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് മെഡിക്കൽ ടൈംസിൽ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു 6 മാസത്തേക്ക് വീക്ക്ലി 2 ദിവസമായിരുന്നു നമുക്ക് ആ ക്ലാസ് വരുന്നത്. അപ്പോൾ നമുക്ക് അന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും, ക്ലാസ് വരുന്ന 2 ദിവസം നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മളൊന്നും പഠിക്കാതെയാണ്, മെഡിക്കൽ ടൈംസിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യത്തെ ഒരു മാസം നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു, നമുക്ക് ടൈംസ് ഒന്നും അറിയത്തില്ല. കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കാൻഡിനായിരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വാർഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറഞ്ഞത് 3 വാർഡിലെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് പ്രാക്ടിക്കാൻഡിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3-4 വാർഡിൽ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വാർഡിലാണോ നിൽക്കാൻ ഇഷ്ടമുള്ളത്, നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് തോന്നുന്നത്, അത് നമുക്ക് സെലക്ട് ചെയ്ത് പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 3 വാർഡിലാണ് പ്രാക്ടിക്കാൻഡിനായിട്ട് വർക്ക് ചെയ്തത്. 3 വാർഡിലും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, ചിലര് നമ്മളെ ഒട്ടും പരിഗണിക്കാത്തവരും ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാർഡിൽ ചെന്നാലും അത് നോർമലാണ്. നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നവരും ഉണ്ടാവും. 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പേഷ്യൻസിനെ എടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് ഒരു പേഷ്യന്റിനെ ആയിരിക്കും തരുന്നത്. പിന്നെ ആയപ്പോൾ ഒരു റൂം തരാൻ തുടങ്ങി. അപ്പോൾ 2 പേഷ്യൻസ് ഉണ്ടാവും ഒരു റൂമിൽ. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ 2 റൂം തരാൻ തുടങ്ങി. പക്ഷെ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആ സമയത്തൊക്കെ നമ്മൾ പ്രാക്ടിക്കാൻഡിനായതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്റ്റാഫും ഉണ്ടാവും. ആ പുള്ളിക്കാരിക്കായിരിക്കും, ഏത് സ്റ്റാഫാണോ അവർക്കായിരിക്കും ഫുള്ള് റെസ്പോൺസിബിലിറ്റി. പക്ഷെ അവർ ഫുള്ള് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അങ്ങനെ പേഷ്യൻസിനെ തരുമ്പോൾ നല്ല ഹെൽപ്പായിട്ട് കുറേ സ്റ്റാഫുമാരെ ഇടുമായിരുന്നു. പിന്നെ ഡ്യൂട്ടിയുടെ ടൈം എന്ന് പറയുന്നത് നമുക്ക് സാധാ സ്റ്റാഫുമാരുടെ അതേ ഡ്യൂട്ടി തന്നെയാണ്. നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ നൈറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രാക്ടിക്കാൻഡിൻ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റ് ഒന്നും ഇടാറില്ല നോർമലി. എനിക്ക് ഒരു
ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ്, 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നൈറ്റ് ഇടാൻ തുടങ്ങിയത്. അതും ആദ്യത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരു മാസം ഒരു നൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡ്യൂട്ടിയുടെ ടൈം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നത് 7 മണിക്കൂർ ഡ്യൂട്ടിയും 1/2 മണിക്കൂർ ബ്രേക്കും. അതുപോലെ ഈവനിങ് ഡ്യൂട്ടിയും സെയിം അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നൈറ്റ് വരുമ്പോഴാണ് 10 മണിക്കൂർ ഡ്യൂട്ടി. നമ്മൾ പ്രാക്ടിക്കാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും, പക്ഷെ നമുക്ക് അത് ജോലികൾ കുറച്ച് കൂടുതലുണ്ടാവും. നമ്മളൊന്ന് വാർഡിലൊക്കെ എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളെ സ്റ്റാഫ്മാർ ഓരോ പണികൾ ഏൽപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വർക്ക് കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് റെസ്പോൺസിബിലിറ്റിയും അങ്ങനെ സ്ട്രെസ്സും ഒക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, പ്രാക്ടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലല്ലോ, അപ്പൊ നമുക്ക് സാലറി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പ്രാക്ടിക്കാനായി കഴിഞ്ഞാൽ നമുക്ക് സാലറി ഉണ്ട്. നമ്മുടെ സാലറിയുടെ റേഞ്ച് നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡൻ-വുട്ടൻബർഗ് ആണ്. അവിടുത്തെ സാലറി ഏകദേശം വരുന്നത് 2000 to 2500 ആയിരിക്കും വിത്ത് ടാക്സ്. ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത്. നമ്മൾ പ്രാക്ടിക്കാനായിട്ട് ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ഏതൊരു വാർഡിലേക്ക് എന്നാലും ഓരോ വാർഡിലും, ഇപ്പൊ ഞാൻ 3 വാർഡിൽ നിന്നിട്ടുണ്ടെങ്കിലും 3 വാർഡിലും 3 കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് പ്രാക്ടിക്കാനായിട്ടുള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടാവും. നമ്മൾ പ്രാക്ടിക്കാനായതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർഡിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പ്രാക്ടിക്കാനായിരുന്ന സമയത്ത് എന്റെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇതേപോലത്തെ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.